Everyone expects to put the ball in the net. That's what he's paid to do. Coming up to half-time, leading, and think they're looking pretty good. Always onto this. He's got a shot! Getting clear again. And we up in our growlings when people change, but not us. And we just chillin', kicking it, kissed by the sun. Could be so to the skin and the moth soon. I know she got the good vibes when That's a terrific header. even if I was money, the zero runs deep. Movement is slick, the speed is slippery. Just the goalkeeper to beat. He's got the shot away! Good read. That's great positioning. So good from him. He's in plenty of space here. അപ്പോൾ ഫോർമേഷൻ ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ കാണുന്ന സമയത്ത് ഇതാണ് ഫോർമേഷൻ, ഇതെന്തായാലും ഡിഫൻസ് പൊട്ടും, അങ്ങനത്തെ തീരുമാനം ഫസ്റ്റ് തന്നെ ആരും എടുക്കരുത്. കാരണം ഈ ഒരു ഫോർമേഷൻ ഫസ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഈ ഒരു ഫോർമേഷൻ അത്രത്തോളം ബെറ്റർ ഡിഫൻസും അറ്റാക്കും നമുക്ക് തരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ 26 തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്ത് വരുന്നൊരു പ്ലേ സ്റ്റൈലാണ് നമ്മുടെ ഔട്ട് വൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം തുടങ്ങിയ സമയത്ത് നമ്മളെ പുതിയ ഫീച്ചറായിട്ടുള്ള ലിങ്ക് അപ്ലൈ വെച്ച് അമോറിമിൻ്റെ ഒരു ഫ്രീ മാനേജർ പാക്ക് വിത്ത് ഡബിൾ ബൂസ്റ്റർ നമുക്ക് തന്നു. അപ്പോൾ ഒരുപാട് പേര് ഔട്ട് വൈഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ സെറ്റായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേയിങ് സ്റ്റൈലിന് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അതിലുള്ള നെഗറ്റീവിൻ്റെ ആ ഒരു പാർട്ടിനെ കൃത്യമായിട്ട് പൊളിച്ചടക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഔട്ട് വൈഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത ഫോർമേഷൻസ് നമ്മൾ ഈ ഫുട്ബോൾ ലീഗിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഡിവിഷൻ 3ലാണ് നിൽക്കുന്നത്. അതിൽ ഡിവിഷൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വട്ടം ഡിവിഷനിൽ കയറി ബാഡ്ജ് കിട്ടിയ സമയത്ത് വ്യത്യസ്തതകൾ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. വ്യത്യസ്ത പ്ലേസിലുകൾ നോക്കും, ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കും, എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഔട്ട് വൈഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഫസ്റ്റ് എടുത്ത സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഒരു പുതിയൊരു ടീമെ കാണിച്ചു തരാം. നമ്മൾ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു 6-1 കാണുന്നുണ്ട്. ഞാൻ തോറ്റിട്ടുണ്ട്, 6-1 ഞാൻ തോറ്റിട്ടുണ്ട്. ആ ഒരു മാച്ച് വെച്ച് നമ്മൾ ഔട്ട് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് വേറൊരു ഫോർമേഷൻ ആയിരുന്നു. അങ്ങനെ തുടങ്ങി വെറും തോൽവി സമനില അങ്ങനെ വന്ന് ഈ ഒരു 1-1 കാണുന്നുണ്ടല്ലോ, ഇവിടുന്നാണ് നമ്മൾ ഈ ഒരു ഫോർമേഷൻ ഞാൻ എടുത്ത് തുടങ്ങുന്നത്. ഓക്കെ, ഈ ഒരു ഇതാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് 1-0. അതിൽ രണ്ടാമത്തെ മാച്ചാണ് പറഞ്ഞാൽ 3-0. ശരിക്കും അത് 3-0 അല്ല, 6-0 ആണ്. ആൾ 6 ആയപ്പോൾ ക്വിറ്റ് ചെയ്ത് പോയി, അവിടെ തന്നെ 3-0 ആയിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ അടുത്ത 5-0 കാണുന്നുണ്ടാവും, 2-1, 2-0, 0-0 കണ്ടോ. അതിനുശേഷം ഞാൻ അൺബീറ്റൻ ആയിട്ടുള്ള ഇപ്പോഴും ഈ ഒരു ഫോർമേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ലതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഫോർമേഷനാണ്. അപ്പോൾ കണ്ടുടനെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഒന്നും ഈ ഒരു ഫോർമേഷനിൽ ഡിഫൻസ് സ്വാഭാവികമായിട്ട് കിട്ടില്ല എന്നുള്ളത്. കാരണം നോർമലി ഒരു ഫോർമേഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ആൽഗോരിതം ഉണ്ട്. ആ ഒരു ആൽഗോരിതം പാലിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു ഫോർമേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഔട്ട് വൈഡിൻ്റെ കൃത്യമായിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ഫോർമേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് വൈഡ് എന്ന് പറയുന്ന പ്ലേ സ്റ്റൈൽ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഔട്ട് വൈഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ഫോർമേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ ഫോർമേഷനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോ പ്ലെയേഴ്സിന് വെക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ തന്നെ കൊണ്ടുപോയി വെക്കണം. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ല നല്ല ബെറ്റർ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് നോർമലി ഒരു ഫോർമേഷൻ ഒക്കുന്ന കുറച്ച് പ്ലെയേഴ്സിനെ അവിടെ വെച്ച് കൊടുത്തുള്ളത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും. എൻ്റെ ഫോർമേഷൻ എൻ്റെ ഒരു വീഡിയോ ഡെയിലി കാണുന്നവർക്ക് എൻ്റെ സ്ക്വാഡും പ്ലെയേഴ്സും കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു നിലക്കാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഔട്ട് വൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബസ് നമ്മൾ സ്റ്റാൻഡിൽ നിന്നായിരിക്കും എടുക്കുക, മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മളൊരു ഔട്ട് വൈഡിൽ നമ്മളൊരു ബോൾ നമ്മൾ അറ്റാക്ക് തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് വിങ് ആയിരിക്കും. നിങ്ങൾ എന്തൊക്കെ തുടങ്ങുകയാണെന്ന് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു നല്ലൊരു ഫിനിഷിങ്ങിലോട്ട് എത്താമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വിങ് ചൂസ് ആക്കിയിരിക്കണം. അതായത് ഔട്ട് വൈഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ LWF, RWF അല്ലെങ്കിൽ LMF, RMF നിർബന്ധമായിട്ടും വേണം. പക്ഷേ ഞാൻ പറയുമ്പോൾ LWFും RWF ആണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്കുകൾ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഔട്ട് വൈഡിൽ ഈ ഒരു ഫോർമേഷൻ നല്ല സെറ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അത് ഒന്നാമത്തെ പാടാണ്. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കളിശൈലി വരിക എങ്ങനെയായാലും വിങ് ടച്ച് ചെയ്യും. ആ വിങ് ടച്ച് ചെയ്ത് നമ്മൾ നേരെ പാസ് ഒന്നുമില്ലെങ്കിൽ ഉള്ളിലോട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്രോസ് ആക്കിയിട്ട് നമ്മൾ ഗോൾ സ്കോർ ചെയ്യും. ആ നിലക്കായിരിക്കും നമ്മളൊരു ഔട്ട് എന്ന് പറഞ്ഞ പ്ലേസിൽ വരിക. ഒരു പ്ലേസ് സ്റ്റൈലിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞ നെഗറ്റീവ് നമ്മൾ പൊളിച്ചു എന്നുള്ളത്. ആ പൊളിച്ച നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ വരുന്ന സമയത്ത് ഈ ഒരു ഫോർമേഷൻ ഡിഫൻസ് സിമ്പിളായിട്ട് പൊളിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്ത് നമ്മൾ 6-1 തോറ്റ കാണുന്നുണ്ടാവും. കാരണം ആ സമയത്തൊക്കെ ഞാൻ ആ ഒരു ഫോർമേഷൻസ് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ഡിഫൻസ് വളരെ സിമ്പിളായിട്ട് പൊട്ടി. കാരണം കൗണ്ടർ
ബൗണ്ടറി നല്ല ബ്രേക്ക് ആവും, കാരണം പ്ലെയേഴ്സൊക്കെ വൈഡായിട്ട് നിൽക്കായിരിക്കും, നല്ല സ്പേസ് ഉള്ളിൽ കിട്ടുന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഫോർമേഷൻ വെച്ച സമയത്ത് ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമേഷൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഫോർമേഷൻ അല്ല, ഈ ഒരു ഫോർമേഷൻ നമ്മളെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണ്ടവർക്ക് പോയിട്ട് കാണാവുന്നതാണ്. അതേ ആൾ സ്ക്വാഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ് ഇനി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലൈനാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള നിരക്കാണ്. ഓരോ ലൈൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ക്യാൻ്റെ ആ ഒരു കൃത്യമായ ലൈൻ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നമ്മൾ ഗുള്ളിറ്റും ആ നിരക്കന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ നിൽക്കുന്ന രീതി നോക്കുക. ഇതനുസരിച്ച് വേണം നിങ്ങൾ സ്ക്വാഡ് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഫോർമേഷൻ നിങ്ങൾ കസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഫോർമേഷൻ്റെ സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഇത് ഗോൾ കീപ്പറും ചൂസ് ചെയ്യുക. ഞാൻ നോർമലി ഇപ്പോൾ ദൊന്നറുമനെ അല്ല അധികം യൂസ് ആക്കുന്നത്, കാരണം ദൊന്നറുമക്ക് ഫോം ഔട്ടാണ്. ഞാൻ നോർമലി നമ്മളൊരു കോസ്റ്റിനാണ് യൂസ് ആക്കുന്നത്. കോസ്റ്റ് അപ്പോൾ നിലവിൽ കറൻറ്റ്ലി ദി ഗോൾ കീപ്പറാണ്. നല്ല ഫോം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പക്ക ഒരു പെർഫോമൻസ് നമുക്ക് ആളെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആൾ GK ഡയറക്റ്റ് ഡിഫൻസ് നമ്മുടെ ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആകെ 3 ഡിഫൻഡേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ, കൃത്യമായിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 3 ഡിഫൻഡേഴ്സ് വെച്ച് എങ്ങനെയാണ് നമ്മൾ പക്കയായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ടത്, ഈ ഭാഗമാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്ക്വാഡിനെ ബിൽഡ് ചെയ്ത് എഫക്റ്റീവ് ആകും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആൾ പറഞ്ഞൊരു ക്വാളിറ്റി വെച്ച് എൻ്റെ കയ്യിൽ ഡിഫൻഡേഴ്സിന് എടുത്തു. അപ്പോൾ എങ്ങനെ ഡിഫൻഡേഴ്സിനാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു പക്കായിട്ടുള്ള നല്ല രീതിയിൽ അഗ്രഷനും ഒപ്പം തന്നെ ഡിഫൻസീവ് എൻഗേജ്മെൻറ്റും ടാക്ലിങ്ങും ഉള്ള നിങ്ങളുടെ കയ്യിലുള്ളൊരു ഡിഫൻഡർ കൊണ്ടുവന്ന് ഇറക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ്. ടോളിയാൻസ് അത്രത്തോളം ഹൈറ്റ് ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഹൈറ്റും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആളുണ്ട്. ഓക്കെ, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം എൻഗേജ്മെൻറ്റും അവയർനെസ് ഉള്ള ഒരു ഡിഫൻഡർ നിങ്ങൾ എന്ത് ചെയ്യുക, അഗ്രഷനുള്ള ഒരു ഡിഫൻഡർ. അത് ഡെസ്ട്രോർ ആയാലും ഒന്നൊരു ബെറ്റർ ആയിരിക്കും. ബിൽഡപ്പിൽ നിങ്ങൾക്ക് സെയിം ക്വാളിറ്റിയുള്ള പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ ഭാഗവും കവറായിട്ട് എത്തണം എന്നുള്ളതാണ്. കാരണം ഇവിടെ മാത്രം നിന്ന് കളിച്ചാൽ പോരാ, ഇപ്പോൾ ഈ ഒരു പ്ലെയർ പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് കവറായി എത്തണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ 2 സൈഡാണ്. ഈ 2 സൈഡാണ് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഡിഫൻസിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സൈഡിലൂടെ അറ്റാക്ക് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ചെല്ലാനും അവിടെ നിന്ന് ബോൾ പിടിച്ച് എടുക്കാനും സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ DMF ഈ ഒരു സെയിം ഡ്യൂട്ടിൽ വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ക്വാളിറ്റിൻ്റെ DMFന് അടുത്തുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല സ്പീഡുള്ള ഒപ്പം തന്നെ നല്ല ഡിഫൻസീവ് ക്വാളിറ്റികളുള്ള എൻഗേജ്മെൻറ്റ് അവയർനെസ് ഒക്കെ ഉള്ള ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ വെച്ച് കൊടുക്കാം. എൻ്റെ കാര്യം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൾഡിനിയാണ്. അതുകൊണ്ട് ഞാൻ മൾഡിനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രീ ടു പ്ലേ പ്ലേയേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കോണ്ടേ ഉണ്ട്. ചിലപ്പോൾ കോസ്റ്റാക്കൂട്ടിയും ഒരു സെയിം ലെവലിലിരുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. നല്ല രീതിയിൽ സ്പീഡായിട്ട് പെട്ടെന്ന് ബോൾ പോയിട്ട് കവർ ചെയ്ത് എടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തെ പ്ലേയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഗുള്ളിറ്റും വളരെ കൃത്യമായിട്ട് ഇവിടെ ഇറങ്ങിയിരുന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ക്വാളിറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇത് നമ്മൾ DMF ആണ്. ഈ DMFൽ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന് ആങ്കർമാൻ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് ബോക്സ് ആയിരിക്കണം. ഇവരെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളെ സ്റ്റാറ്റ്സ് കാണിച്ചു തരാം. ഈ സ്റ്റാറ്റ്സ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. നേരെ നോക്കി കാണുന്നുണ്ടാവും ഒരു ഡിഫൻസീവ് അവയർനെസ്സും ഒപ്പം തന്നെ നല്ല രീതിയിൽ ഡിഫൻസീവ് എൻഗേജ്മെൻറ്റും ടാക്ലിങ്ങും ഉണ്ടാകുക എന്നുള്ളതാണ് ഈ നമ്മൾ DMF കിടക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൗമിനൊക്കെ പോലുള്ള ആങ്കർമാരെ വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചിടാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ഭാഗത്തും നല്ല കൃത്യമായിട്ട് ഓടി വന്നോളൂ. നിങ്ങൾ പ്ലെയേഴ്സിനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പ്ലെയറെ ചൂസ് ആക്കുക. അത് ബോക്സ് ബോക്സ് ആകാം, ആങ്കർമാൻ ആകാം, ഡെസ്ട്രോർ ആകാം, ഏതും ആകാം. ഞാൻ പറഞ്ഞ ക്വാളിറ്റീസ് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അത് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എനിക്ക് ഞാൻ ഏത് പ്ലെയറൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വളരെ ചിന്തിച്ചിട്ട് അവസാനം എടുത്ത തീരുമാനമാണ് ഗുള്ളിറ്റ് എന്ന് പറയുന്നത്. കാരണം ഗുള്ളിറ്റ് എല്ലാ ഭാഗത്തും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗുള്ളിറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫൻസും അറ്റാക്കും ഒരേപോലെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നിങ്ങളോട് സെയിം ആയിട്ട് നോക്കേണ്ടത്. ബോക്സിന് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമ്മൾ റൈസൊക്കെ ആണെങ്കിൽ നല്ലൊരു പക്ക ഓപ്ഷൻ തന്നെയാണ്. ആ നിലക്കുള്ള പ്ലെയേഴ്സ് നിങ്ങൾ എടുത്തിട്ട് വേണം ഈ ഒരു ഫോർമേഷനിൽ ഈ ഒരു ഭാഗം നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഗുള്ളിറ്റിനെ വെച്ച് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് ആ നിലക്ക് വരുന്ന കിമ്മിച്ച് പോലുള്ള പ്ലെയേഴ്സൊക്കെ എന്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് യൂസ് ആക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളൊരു SS, ഈ ഒരു SS-ൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ലെഫ്റ്റിൽ നിന്ന് നമുക്ക് തരുന്ന ബോളുകൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫുൾ അറ്റാക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് നമ്മൾ സ്റ്റാൻഡ് ആയിട്ടുള്ള നമ്മളെ വിങ് എന്നാണ്. അപ്പോൾ വിങ്ങിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പ്ലെയേഴ്സിന് അഥവാ നമ്മളൊരു വിങ്ങർ പാസ്സായി കഴിഞ്ഞാൽ അത് ഡിഫൻസിൻ്റെ നമ്മൾ എതിർ ടീം ഡിഫൻസിൻ്റെ സാഹചര്യം അനുസരിച്ച് സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബോൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. മൊത്തത്തിൽ ഇവിടെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളൊരു SS-നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ഒരു പ്ലെയർ വേണം യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ത്രൂ പാസിംഗ് എന്ന് പറയുന്ന സ്കില്ല് നിർബന്ധമായിട്ട് കിട്ടണം. നല്ല ബാലൻസ്, ബോൾ കൺട്രോൾ, ടൈറ്റ് പൊസിഷൻ, ഡ്രിബ്ലിംഗ്, ഫിനിഷിങ്, ഇത്രയും ക്വാളിറ്റി
ക്വാളിറ്റികളൊക്കെ ഉള്ള ഒരു പ്ലെയർ വേണം ഇവിടെ കൊണ്ടുവന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ മെസ്സിയാണ് ഇപ്പോൾ ഞാൻ നോക്കിയാൽ എനിക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് റൗളിനെ പോലുള്ള മറഡോണ അങ്ങനെ വ്യത്യസ്ത നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് എന്നുള്ള കയ്യിൽ SS ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് നോക്കുക. ക്രൈഫൊക്കെ കുഴപ്പമില്ലാത്ത ഓപ്ഷൻ തന്നെ ആയിരിക്കും എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിങ് ആണ്. വിങ്ങിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ല ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ക്രോസിംഗ് ക്വാളിറ്റികളുള്ള പ്ലേയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ആക്കുക എന്നുള്ളതാണ്. ഞാൻ നോർമലി ഇവിടെ നമ്മൾ പുതിയ സലനെ യൂസ് ആക്കാറുണ്ട്. സലൻ എന്ന് പറഞ്ഞൊരു പക്ക ഫ്ലെക്സിബിളായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അത് ആളെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അധികവും നോർമലി യൂസ് ആക്കാറുള്ളത് നമ്മൾ വിങ്ങിൽ ഈ ഒരു RWFലൊക്കെ ആയിട്ട് നമ്മളൊരു എഡ്ജർ ക്രോസിങ്ങുള്ള നമ്മളെ ഗ്നാബർ ഉണ്ട്. ഈ ഗ്നാബർ ഞാൻ നോർമലായി യൂസ് ആക്കാറുള്ളത് കാരണം ആളെ ഭാഗത്ത് നിന്ന് ക്രോസിങ്ങിനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും ആളെ സബ്ബായിട്ടും ഞാൻ മാറ്റാറുണ്ട്. സല അല്ലെങ്കിൽ ഗ്നാബറി ആ നിലക്കാണ് യൂസ് ആക്കുക. ഞാൻ പറഞ്ഞ ഫ്ലെക്സിബിളായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമി ഫ്ലാങ്ക് പ്രോൾവിക് വിങ്ങേഴ്സ് ഞാൻ പറഞ്ഞ ക്വാളിറ്റി നോക്കിയാൽ മതി. നല്ല രീതിയിൽ പാസ് ചെയ്യാനും ഒപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കീള് ഒപ്പം തന്നെ നല്ല ക്രോസിംഗ് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിനായിരിക്കണം ഈ രണ്ട് വിങ്ങിൽ നിങ്ങൾ എന്ത് യൂസ് ആക്കേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമ്മളെ CF ആണ്. ഇവിടെ CFലെ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ 2 ഗോൾ പോച്ചസിനെ വെറുതെ കൊണ്ടുവന്ന് വെച്ചിക്കല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ആൾ പറഞ്ഞൊരു ക്വാളിറ്റി ഞാൻ അവിടെ കൃത്യമായിട്ട് പാലിച്ചു എന്നുള്ളതാണ്. അത് വേറെ ഒന്നുമല്ല, ഇവിടെ ഈ CFലായിട്ട് നിർബന്ധമായിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു 80 എബോ ഫിസിക്കൽ കോൺടാക്റ്റ് ഉള്ള ഒരു സ്ട്രൈക്കർ ആയിരിക്കണം ഈ ഒരു ഭാഗത്തുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെഡും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു CF. അതിൽ ഏറ്റവും ആൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മൾ ടോറസ് തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ നമ്മൾ ടോറസിനെ ഭാഗത്ത് വെച്ച് കൊടുത്തുള്ളത്. എനിക്ക് സെയിം ക്വാളിറ്റി കിട്ടുന്ന വാൻ ബാസിൻ്റെ ഒക്കെ ഗോൾ പോച്ചേഴ്സ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഫിസിക്കൊക്കെ ഉള്ള പ്ലേയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. അതിൽ ഇപ്പോൾ റൂമൊക്കെ ഉണ്ട്. ഞാൻ റൂമിനൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ഫോർമേഷന് വേണ്ടി ഒരു പ്ലെയറെ ചൂസ് ആക്കി എന്നുള്ളതാണ്. പിന്നെ എന്താ പറഞ്ഞ ഈ ഒരു CF ഇവിടുത്തെ CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേസ് ഉള്ള അതേപോലെ തന്നെ നല്ല ഫ്ലെക്സിബിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ വേണം നിങ്ങളിതാ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നിങ്ങൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഇൻസ്ട്രക്ഷന് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഒന്നും ഞാൻ അതൊരു യൂസ് ആക്കിയില്ല. കാണുന്നുണ്ടാവല്ലോ, ഒരു ഇൻസ്ട്രക്ഷനും അവിടെ കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു CBക്ക് മാത്രം ഒരു ഡിഫെൻസീവ് എന്ന് പറഞ്ഞ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അത് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു DMF കുറച്ച് കുഴപ്പമില്ലാതെ CB കുറച്ച് സെറ്റായിട്ട് നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പാലിച്ചു കൊടുക്കാം. അതിനപ്പുറത്ത് വേറൊരു ഇൻസ്ട്രക്ഷനും ഈ ഒരു ഫോർമേഷന് കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഔട്ട്വേഡ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലേസ് നല്ല സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോർമേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലാതെ ഫ്രീ ആയിട്ടുണ്ടാവും. ലീഗ് തന്നെ ട്രൈ ആക്കണമെന്നില്ല. ഞാൻ ചെയ്ത പോലെ എനിക്ക് വേണമെങ്കിൽ ക്വിക്ക് മാച്ചൊക്കെ ആയിട്ടൊന്നും ട്രൈ നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ചെയ്യുന്നത് മെയിൻ ഫോർമേഷൻ എടുക്കുക. ഇതിൽ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്ലേയേഴ്സൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഈ ഫോർമേഷനൊക്കെ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യുക. സോ ഗൈസ് ബൈ.